അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി 27 താലൂക്ക് ആസ്ഥാനങ്ങളിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് റേഷൻ വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ 27 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത്. ഭക്ഷ്യമന്ത്രി റേഷൻ വ്യാപാരികളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കടയടപ്പ് സമരവുമായി മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാർ റേഷൻ വ്യാപാരികളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം പണം നൽകാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത്. കേരളത്തിലെ എല്ലാ റേഷൻ വ്യാപാര സംഘടനകളും ഒറ്റക്കെട്ടായി സമരരംഗത്തേക്ക് എത്തിയിരിക്കുന്നു. കാരണം മന്ത്രിയുമായി ചർച്ച നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് ഫണ്ടില്ല, അല്ലെങ്കിൽ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയാണ്, അതുകൊണ്ട് റേഷൻ വ്യാപാരികൾക്ക് ഒരു ആനുകൂല്യം തരാൻ കഴിയില്ല എന്നാണ്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഫണ്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് റേഷൻ കട നടത്തുവാനായിട്ട് ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമരമല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഞങ്ങളുടെ മുന്നിലില്ല. നിലവിൽ 45 കിൻഡൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിറ്റഴിച്ചാൽ 18,000 രൂപയാണ് റേഷൻ വ്യാപാരികൾ ലഭിക്കുന്നത്. ഇത് 30,000 രൂപയാക്കി മാറ്റണം. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് 27 മുതൽ സമരം ആരംഭിക്കും. അന്നേ ദിവസം രാവിലെ 11-ന് എല്ലാ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിലും പ്രകടനവും ധർണയും നടത്തുമെന്ന് സണ്ണി കോലോത്ത്, ജോജോ കാക്കാട്ട്, പ്രദീപ് മുകളേൽ, PB സുരേഷ് തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.